ചില ആളുകളോടുള്ള ചില ഈഗോകൾ അല്ലേ, ചില ഈഗോ, അവൻ അങ്ങനെ പോണ്ട. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. രാഷ്ട്രീയം പറയുകയാണെന്ന് ആരും വിചാരിക്കരുത്. എവിടെ തെന്നു നോക്കിയാലും ഒരു മുഖം കണ്ടു ആളുകൾ. ആ മുഖം കണ്ടപ്പോ ആളുകൾ വിചാരിച്ചു അതിലൊരു വരിയുണ്ട്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എല്ലാ ബോർഡിലും വ്യത്യസ്തമായ വാക്കുകളാണ്. ഞങ്ങൾ ചെയ്ത് ഇത് ചെയ്യാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്, അത് ചെയ്യാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്. ആഹാ, അങ്ങനെയാണ്. എന്നാ നീയല്ലാതെ വേറെ ആളുണ്ടടാ എന്ന് ഒരു റബലിസം തോന്നി. മനസ്സിലായോ? അല്ലാതെ അതിലെ വരികളോടോ അതിന്റെ പ്രസ്ഥാനത്തോടോ ഉള്ള വിദ്വേഷമൊന്നും ആയിരുന്നില്ല. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ ഇത്രയും ഒരുമിച്ച് എതിർത്ത് വോട്ട് ചെയ്യതെന്ന എന്തിനാണ്? അത് ബോധപൂർവം ചിന്തിച്ചിട്ട് ചെയ്തതല്ല. അവരുടെ ചെറിയ ചെറിയ വികാരങ്ങൾ, ചെറിയ ചെറിയ ചിന്തകൾ എല്ലാരും കൂടി കൂലോത്ത് മോര് കൊണ്ടുപോയ പോലെയായി. ഞങ്ങളുടെ നാട്ടിലൊരു കഥയാ, കണ്ണൂര് കൂലോത്ത് മോര് കൊണ്ടുപോയ പോലെ. കൂലോത്തെ ഉത്സവത്തിന് എല്ലാ കുടിയന്മാരോടും മോര് കൊണ്ടുപോയി വലിയ പാത്രത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഒരാൾ വിചാരിച്ചു, എല്ലാരും നല്ല മോര് ഒഴിക്കുമ്പോ എന്റെ വീട്ടിൽ നല്ല മോരില്ല, അത് അല്പം നല്ല മോര്, അല്പം മോരൊഴിച്ച് ബാക്കി പച്ചവെള്ളം ഒഴിച്ചാലും കൂട്ടത്തിൽ ഒഴിക്കുമ്പോ അതറിയില്ലല്ലോ. അങ്ങനെ അയാള് ഒരു വെള്ള നിറമുള്ള പച്ചവെള്ളം കൊണ്ടുപോയി ഒഴിച്ചു. ഇങ്ങനെ എല്ലാരും ഒന്നിച്ച് ചിന്തിച്ചപ്പോ മൊത്തം പച്ചവെള്ളമായി പോയി, മൊത്തം പച്ചവെള്ളമായി പോയി. അതാണ് ഇപ്പൊ സംഭവിച്ചത്. മനസ്സിലായോ? എല്ലാരും ഒന്നിച്ചങ്ങ് ചിന്തിച്ചു. ആ ചിന്തിച്ചപ്പോ എടാ നീയും അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാ ഇപ്പൊ പലരും പറയുന്നത്. ഞാനങ്ങനെ ചെയ്തു, എന്നാ നിങ്ങൾ അങ്ങനെ ചെയ്യണോ? എല്ലാരും ചിന്തിച്ചപ്പോ ഭൂരിപക്ഷം പറഞ്ഞപ്പോ താഴെ ഒഴുക്കൂലല്ലോ. Subscribe and follow me.